ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലുള്ള വാട്സപ്പിൽ വന്നതും എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോതുമായിട്ടുള്ള ഒരു 2 അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കലണ്ടർ എന്നത്. അതായത് നമുക്കറിയാം, വാട്സപ്പിലൂടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടംപോലെ മെസ്സേജുകൾ അയക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും മെസ്സേജൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പണ്ട് എപ്പോഴെങ്കിലും അയച്ച മെസ്സേജ് നമ്മൾ കണ്ടുപിടിക്കണം, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് എത്തേണ്ടതാണ് ഇല്ലേ. അപ്പം കഴിഞ്ഞ മാസം ഏതെങ്കിലും അയച്ച ഒരു ഡേറ്റിലുള്ള ഏതെങ്കിലും മെസ്സേജാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഇങ്ങനെ സെർച്ച് ചെയ്യും. എന്നിട്ട് ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് എത്തുക. ആ മുകളിൽ നമുക്ക് ഡേറ്റ് ഇങ്ങനെ മാറുന്ന കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് പിന്നീട് ഇതാണ് എനിക്ക് വേണ്ടത് എന്നും മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് വരെ എത്തണം. അപ്പം ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി കുറേ സ്ക്രോൾ ചെയ്യേണ്ടി വരും അല്ലേ. എന്നാൽ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ഡേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ബേസിൽ നമുക്ക് നമ്മുടെ ചാറ്റുകൾ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് സെപ്റ്റംബർ 8 ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജാണ് നോക്കേണ്ടതെന്ന് ഇരിക്കട്ടെ. അപ്പം ആ ഒരു സെപ്റ്റംബർ 8 മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ 3 ഡോട്ട് ഉണ്ടോ, നമുക്ക് ആരുടെ ചാറ്റിലെ ഡീറ്റെയിൽസ് ആണോ അല്ലെങ്കിൽ നമുക്ക് ആരുടെ ചാറ്റിലെ മെസ്സേജ് ആണോ നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചാറ്റ് ഇവിടെ ആദ്യം ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിനുശേഷം ആ ഒരു ചാറ്റിൻ്റെ മുകളിൽ കാണുന്ന 3 ഡോട്ട് ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതായി ഇവിടെ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാം. ഇവിടെ ഒരു കലണ്ടറിൻ്റെ ഐക്കൺ കണ്ടോ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കലണ്ടർ ഷോ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സെപ്റ്റംബർ 8 ഡേറ്റിലെ മെസ്സേജാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് നോക്കാം. പ്രീവിയസ് പോകാം. ഇപ്പം 2024 സെപ്റ്റംബർ 8. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെപ്റ്റംബർ 8 സൺഡേ ചൂസ് ചെയ്തു. എന്നിട്ട് ഓക്കെ എന്നത് കൊടുക്കാം. അപ്പോൾ എന്താണ്ട് ഇവിടെ സെപ്റ്റംബർ 8 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഡേറ്റിൽ ഏത് മെസ്സേജാണോ വേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതാണ്ട് ഈ ഒരു മെസ്സേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഈ ഒരു മെസ്സേജിൻ്റെ അടുത്ത് ഈസി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി എത്രത്തോളം സ്ക്രോൾ ചെയ്തെന്ന് നിങ്ങൾ കണ്ടേലേ. എന്നാൽ എത്ര പെട്ടെന്നാണ് നമ്മളിപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് എത്തിയ ആ ഒരു മെസ്സേജ് നമ്മൾ വായിച്ചതുമല്ല. ഇനി ഈ മെസ്സേജ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ, എന്ത് ഓപ്ഷൻ ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ മെസ്സേജുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ ചാറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നിട്ട് കുറച്ച് നാളായി. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. എന്നാൽ അധികം ആരും ഈ ഒരു ഫീച്ചറിനെ പറ്റി അറിഞ്ഞിട്ടും ഉണ്ടില്ലെന്നതാണ് തോന്നുന്നത്. അതുപോലെ അധികം ആരും ഇത് യൂസ് ചെയ്തും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഒന്നും കൂടി ഈ ഒരു ഫീച്ചറിനെ പറ്റി ഞാൻ ഓർമ്മിപ്പിച്ചത് തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇനി വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് നോക്കാം. അതും അധികം ആരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു അപ്ഡേറ്റാണ് മെറ്റ AI ഓഡിയോ എന്നത്. അതായത് വാട്സപ്പ് ഈ ഇടയ്ക്ക് കൊണ്ടുവന്ന നല്ലൊരു അടിപൊളി ഫീച്ചറായിരുന്നു മെറ്റ AI എന്നത്. നമുക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ളൊരു ഫീച്ചർ വാട്സപ്പ് ഇതിനു മുൻപേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫീച്ചർ മുകളിൽ കൊണ്ടുവന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് എടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ എന്താവശ്യപ്പെട്ടാലും അതനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് തരുന്നതായിരുന്നു. അന്നൊക്കെ നമുക്കിത് തുടക്കത്തിലൊക്കെ നമുക്ക് ഇതിനടുത്ത് കമാൻഡ് ചെയ്യുന്നത് ടെക്സ്റ്റിലൂടെ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് ടെക്സ്റ്റിലൂടെ മാത്രമല്ല വോയിസ് കമാൻഡും ചെയ്ത് നമുക്ക് എടുത്ത് എന്ത് വേണേലും ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ഫീച്ചർ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റേ എടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വോയിസ് കമാൻഡും കൂടെ ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. എ ക്യാറ്റ് വിത്ത് ഡോഗ് ഉണ്ട്. ഞാനൊരു ഓഡിയോ അയച്ചിട്ടുണ്ട്. എ ക്യാറ്റ് വിത്ത് ഡോഗ് എന്നുള്ള ഓഡിയോ ആണ് ഇവിടെ കമാൻഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ?
എത്ര പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുത്തു. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം, ടൈപ്പ് ചെയ്യാനൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ നമുക്കിനി എടുത്ത് നമുക്ക് വോയിസ് കമാൻഡ് ചെയ്തും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ആരും ഈ ഒരു അപ്ഡേറ്റും യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതലൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് എല്ലാം നമ്മുടെ വാട്സപ്പിലുണ്ട്. അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.